ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3rd ചാപ്റ്റർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും പ്രധാനപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ് ഈ വീഡിയോ പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇനി ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്ക് എങ്ങനെ ഇക്വേഷനെ സോൾവ് ചെയ്യാം. x + 2y = 6, 2x + y = 6. നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കാം. x + 2y = 6. അപ്പൊ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരു ടേബിൾ തയ്യാറാണ്. x, y, x, y നമുക്ക് കിട്ടേണ്ട കോർഡിനേറ്റ്സ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എക്സിന് നമ്മൾ 0 എന്നുള്ള വാല്യൂ കൊടുക്കും. ലെറ്റ് us കൺസിഡർ x = 0. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഏകദേശം ചേരുന്ന വാല്യൂ നോക്കണം, ഫ്രാക്ഷൻ ഒന്നും വരാതെ. അത് കോമൺ സെൻസ് നമുക്ക് കിട്ടും. ബാക്കിയുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മുടെ ഇവിടെ ഈ ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷൻ x + 2y = 6 എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ എക്സിന് 0 എന്നുള്ള വാല്യൂ കൊടുക്കും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂ ഏതാണ് കിട്ടുന്നത് നോക്കുക. അങ്ങനെ ആ എക്സും വൈയും വെച്ചിട്ട് നമ്മളൊരു പോയിന്റ് കണ്ടുപിടിക്കുക. അങ്ങനെ 2 or 3 പോയിന്റ്സ് കണ്ടുപിടിച്ചാൽ ശരിക്കും ഒരു ലൈനിനെ നമുക്ക് വരയ്ക്കാൻ വേണ്ടി 2 പോയിന്റ്സ് മതി. പക്ഷെ കൂടുതലും ചെയ്യുമ്പോൾ നമ്മൾ അത് ആക്യുറേറ്റ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും തെറ്റ് വന്ന് പോവാതിരിക്കാൻ വേണ്ടി 3 പോയിന്റ്സ് വരെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ലൈനിനെ കിട്ടാൻ 2 പോയിന്റ്സ് കിട്ടിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എക്സിനെ 0 എന്ന് വിചാരിച്ചു. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഇക്വേഷനിൽ x = 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വൈയുടെ വാല്യൂ നമുക്ക് വേണം. വെൻ x = 0 നമ്മൾ ചെയ്ത് നോക്കുവാണ്. അപ്പൊ എക്സിന് നമ്മൾ 0 എന്നുള്ള വാല്യൂ കൊടുത്തു. 0 + 2y = 6. അപ്പൊ 0 പോയി. ഇനിയിപ്പം കിട്ടുന്നത് 2y = 6 എന്ന് കിട്ടും. അപ്പോൾ ചെയ്യുന്നത് എന്തായിരിക്കും? y = നമുക്ക് കിട്ടണം. വൈയുടെ വാല്യൂ കിട്ടാൻ വേണ്ടി ആ 6 അവിടെ നിർത്തി ആ 2yയിൽ നിന്നും 2വിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ 2y എന്ന് പറയുന്നത് 2 അവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ കിടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ അത് ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ y = 6/2 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ 6/2 എന്ന് പറയുന്നത് നമുക്ക് 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 6നെയും 2വിനെയും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 എന്ന ആൻസർ കിട്ടും. അപ്പൊ y = 3 എന്ന് നമുക്ക് കിട്ടി. നമ്മളെ ടേബിളിൽ അതിനെ എഴുതി y = 3. അപ്പൊ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് x, y എന്ന് പറയുന്ന നമുക്ക് ഗ്രാഫിൽ അടയാളപ്പെടുത്തേണ്ടി വരുന്ന കോർഡിനേറ്റ്സ് 0, y എന്നുള്ള പോയിന്റ്. ഇനി ലെറ്റ് us കൺസിഡർ y = 0. ഇനി നമ്മൾ y 0 ആണെങ്കിൽ അപ്പൊ നമ്മൾ ഇക്വേഷനിൽ when y = 0 x + 2 into yക്ക് പകരം 0 എന്നുള്ള വാല്യൂ കൊടുത്തു. x + 2 into 0 = 6. അപ്പൊ x + 2 into 0 0, x + 0 = 6, x = 6 എന്ന് നമുക്ക് കിട്ടി. വാല്യൂ കോർഡിനേറ്റ്സ് എഴുതുന്നത് x = 6 ആണ്, y = 0 ആണ്. 60 എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടി. ഇനി now let's take the second equation. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷനിൽ നമുക്ക് ആ ഇക്വേഷന്റെ സ്ട്രെയിറ്റ് ലൈൻ ആ ലൈൻ വരയ്ക്കാനുള്ള പോയിന്റ്സ് നമുക്ക് കിട്ടി. 0, 3യും 60 ആണ് അതിന്റെ പോയിന്റ്സ്. ഇനി നമ്മൾ അടുത്ത ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ എടുക്കും. അപ്പൊ അതിന് വീണ്ടും ഒരു കോളം വരയ്ക്കണം. 2x + y = 6 ആണ് സെക്കൻഡ് ഇക്വേഷൻ. അതിൽ 2 പോയിന്റ്സ് മാർക്ക് ചെയ്യാനുള്ള കോളം വരച്ചു. x, y, xy ഒക്കെ വരച്ചു വെച്ചു. ലെറ്റ് us കൺസിഡർ x = 0. നമ്മൾ എക്സിന് 0 എന്നുള്ള വാല്യൂ കൊടുക്കും. when x = 0 2 into 0 plus y = 6. അപ്പോൾ 2 into 0 0 plus y = 6 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ അതിന്റെ കോർഡിനേറ്റ്സ് 0, y എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ലെറ്റ് us കൺസിഡർ y = 0. അടുത്ത് നമ്മൾ y ക്ക് 0 എന്നുള്ള വാല്യൂ കൊടുക്കും. when y = 0 2x + 0 = 6. 2x = 6 എന്ന് കിട്ടി. അപ്പോൾ x = എന്ത് കിട്ടണം? 6/2 കിട്ടണം. 3 നമുക്കറിയാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. x = 3. അപ്പൊ നമ്മുടെ പോയിന്റ് കട്ട് ചെയ്തിട്ടാണെന്നൊക്കെ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്, അറിയാവുന്നതായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ 3, 0 എന്ന പോയിന്റ് കിട്ടി. ഇനി നമുക്ക് ഗ്രാഫിലേക്ക് പോകാം. നൗ ലെറ്റ് us plot the points in these two tables on a graph paper. ഗ്രാഫ് പേപ്പറിൽ ഈ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ലൈൻ വരയ്ക്കാം. ഗ്രാഫ് പേപ്പർ വെച്ചു. ഇനി ആ പോയിന്റ്സ് നമുക്ക് ഗ്രാഫ് പേപ്പറിൽ എങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും? 0, 3 ആണ്. അവിടെ ശ്രദ്ധിക്കണം, x ആക്സിൽ 0. അപ്പൊ x ആക്സിൽ 0യുടെ നേരെ y ആക്സിൽ 3 വരുന്ന പോയിന്റ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ് 0, 3. ആ ഇക്വേഷനിൽ 6, 0 ആണ്. അപ്പൊ x ആക്സിൽ 6 വേണം, y ആക്സിൽ 0 ആയിരിക്കും.
ആ പോയിന്റ് കിട്ടി 6 0. ഈ രണ്ട് പോയിന്റിനെ ചേർത്ത് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു. ഇതാണ് ആ ഇക്വേഷൻ, അതായത് x+2y = 6 എന്ന് പറയുന്ന ലൈനിനെ റെപ്രസെന്റ് എന്ന് പറയുന്ന ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ. ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ. അപ്പൊ x+2y = 6 അതാണ് ഇത്, ഈ ലൈൻ, ഈ സ്ട്രേറ്റ് ലൈൻ. ഇനി നമുക്ക് വേണ്ട 0 6 ആണ്. സെക്കൻഡ് ഇക്വേഷൻ 2x + y = 6 എന്നുള്ള ഇക്വേഷൻ, അത് 0 6 ആണ്. അപ്പൊ x ആക്സിൽ 0, y ആക്സിൽ 6. ഇതാ പോയിന്റ് അവിടെ നമ്മൾ മാർക്ക് ചെയ്തു 0 6. നെക്സ്റ്റ് പോയിന്റ് 3 0 നമുക്ക് വേണം. അപ്പൊ x ആക്സിൽ 3, y ആക്സിൽ 0. ഇതാ ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു 3 0. ഇനി ഈ രണ്ട് പോയിന്റ്സിനെ ചേർത്ത് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ നമുക്ക് ഈ ഇക്വേഷന്റെ ഗ്രാഫ് കിട്ടും. 2x + y = 6 എന്ന ലൈനിന്റെ ഗ്രാഫാണ്. ഇനി അവിടെ നോക്കുക, അവിടെ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് 2 2 എന്നുള്ള പോയിന്റ് കിട്ടി. എക്സ് ആക്സിൽ 2, വൈ ആക്സിൽ 2. അപ്പൊ ഈ രണ്ട് ലൈൻസും, ഈ രണ്ട് ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫിൽ ഈ രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ആണ് ഈ 2 2 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷന്റെ സൊല്യൂഷൻ 2 2 ആണ്. അതായത് x = 2, y = 2 എന്നാണ് ഇതിന്റെ സൊല്യൂഷൻ. x = 2 and y = 2 is the solution of the given simultaneous equations. Draw the graphs of the equations x minus y plus 1 = 0 and 3x plus 2y minus 12 = 0. Determine the coordinates of the vertices of the triangle formed by these lines and the x-axis and shade the triangular region. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാനുള്ള എക്സ്പീരിയൻസ് ആണത്, നമുക്ക് ചെയ്ത് നോക്കാം. Draw the graph of the equations x minus y plus 1 = 0 and 3x plus 2y minus 12 = 0. First equation x minus y plus 1 = 0. ഇവിടെ വരച്ചു x y വരച്ചു. ആദ്യം x ന് നമ്മൾ 0 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Let's consider x = 0. When x = 0, when x = 0, അപ്പോൾ x ന് ഇക്വേഷൻ 0 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0 minus y plus 1 = 0. അപ്പോൾ -y, 0 minus y minus y അവിടെ എഴുതി. ഈ 1 നെ എടുത്ത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അത് +1 എന്നുള്ളത് -1 എന്നായിട്ട് മാറും. -y = -1. Therefore y = 1. അത് നമ്മൾ ടേബിളിൽ എഴുതി. 1 0 1 എന്നുള്ള വാല്യൂ. അപ്പം കോർഡിനേറ്റ് എക്സിന്റെ വാല്യൂ ആദ്യം എഴുതണം, വൈയുടെ വാല്യൂ രണ്ടാമത് എഴുതണം. അപ്പോൾ 0 1 എന്നുള്ള ഒരു കോർഡിനേറ്റ് പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി ലെറ്റ്സ് കൺസിഡർ y = 0. ഈ y-ക്കാണ് നമ്മൾ 0 കൊടുക്കുന്നത്. വെൻ y = 0, അപ്പൊ ഈ ഇക്വേഷനിൽ തന്നെ വൈയുടെ വാല്യൂ 0 കൊടുത്തു നോക്കാം. അപ്പൊ x മൈനസ് വൈക്ക് പകരം 0 കൊടുത്തു. x മൈനസ് 0 + 1 = 0. അപ്പൊ x + 1 = 0 എന്നായി മാറി. അപ്പൊ x = 1 അപ്പുറത്തേക്ക് കൊണ്ടുപോയി, അപ്പൊ മൈനസ് ആവും. അപ്പൊ x = -1 കിട്ടി. എക്സിന്റെ വാല്യൂ നമ്മൾ എഴുതി -1 0. രണ്ട് കോർഡിനേറ്റ് പോയിന്റ്സ് നമുക്ക് കിട്ടി. അതിൽ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി now let's take the second equation. ഇത് തന്നെ സെക്കൻഡ് ഇക്വേഷൻ എടുക്കും. സെക്കൻഡ് ഇക്വേഷൻ 3x plus 2y minus 12 = 0 ആണ്. കോളൊക്കെ വരച്ചു, സ്പീഡിൽ പറഞ്ഞു പോവാം. ലെറ്റ്സ് കൺസിഡർ x = 0. when x = 0, ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ഞാൻ സ്പീഡിൽ അത് പറഞ്ഞു പോകുന്നു. 3 × 0 plus 2y minus 12 = 0. 3 × 0 0 ആണ്. അപ്പോ 2y = എന്ന് എഴുതി. ആ 12നെ -12നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി +12 കിട്ടി. 2y = 12 എന്ന് കിട്ടി. ഇനി നമുക്ക് y = 12/2 ആണ്, 6 എന്ന് കിട്ടും. ഇനി നമുക്ക് പോയിന്റ്സ് എഴുതാം. x ന് 0, y ക്ക് 6. അപ്പോ x y എന്നുള്ള കോർഡിനേറ്റ് പോയിന്റ് 0 6 എന്ന് കിട്ടി. ഇനി വീണ്ടും നമുക്ക് ലെറ്റ്സ് കൺസിഡർ y = 0. y ക്ക് 0 കൊടുത്താൽ എന്ത് കിട്ടും? when y = 0, 3x plus 2 × 0 minus 12 = 0. 3x = 12 എന്ന് കിട്ടി. കാരണം 3x അവിടെ ഉണ്ട്, 2 × 0 പോയി. ആ 12നെ -12നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. 3x = 0, x = 12/3 ആണ്. അപ്പൊ 4 എന്ന് കിട്ടി. 4 0 എന്നുള്ള പോയിന്റ് കിട്ടി. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കണം. Now let us plot the points in these two tables on a graph paper. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ഗ്രാഫ് പേപ്പർ വരച്ചു. സ്പീഡിൽ പോവാം, കാരണം ഇത് മനസ്സിലായ കാര്യമാണല്ലോ. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് പോയിന്റ് 0 1, എക്സിൽ 0, വൈയിൽ 1. ശ്രദ്ധിക്കുക, എക്സ് ആക്സിൽ 0. അപ്പൊ എക്സിൽ ഗ്രാഫ് വരയ്ക്കാൻ സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം ഇത് മനസ്സിലായ കാര്യമായിരിക്കും, എങ്കിലും ഗ്രാഫ് വരയ്ക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ചെയ്തേക്കുന്ന എക്സിൽ
0 എന്ന് കിട്ടുന്ന പോയിന്റിൽ y ആക്സിൽ 1 എവിടെയാന്ന് നോക്കുക, എക്സിലെ 0യിൽ നിന്നും പോവുക, y ആക്സിൽ 1 എവിടെയാണ് നോക്കുക. അപ്പോൾ 0 1 എന്നുള്ള പോയിന്റ്, ഇതാണ് 0 1 എന്നുള്ള പോയിന്റ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് -1 0 ആണ്. അപ്പോൾ എക്സ് ആക്സിലെ -1 നോക്കുക, y ആക്സിൽ 0 നോക്കുക. എക്സ് ആക്സിലെ -1 ആ ആക്സിസ് തന്നെയാണ്, y 0 ആണെങ്കിൽ എക്സ് ആക്സിസ് തന്നെ ആയിരിക്കും പോയിന്റ് ഉണ്ടാവുക. അപ്പോൾ -1 0 എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടി. അടുത്തടുത്ത രണ്ട് പോയിന്റ് ആണ് എങ്കിൽ നമുക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടി. ആ സ്ട്രേറ്റ് ലൈൻ x - y + 1 = 0 എന്നുള്ള ഇക്വേഷന്റെ ഗ്രാഫ് ആയിരിക്കും. ഇനി അടുത്തത് സെക്കൻഡ് ഇക്വേഷനിലെ x = 0 ആണ്. അപ്പൊ ഇവിടെ ആ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ് ആക്സിൽ 0 വന്നു, 0യിൽ y ആക്സിൽ 6 വരുന്ന പോയിന്റ് 0 6 എന്നുള്ള പോയിന്റ് അവിടെ മാർക്ക് ചെയ്തു. ഇനി y ആക്സിൽ x ആക്സിൽ 4, y ആക്സിൽ 0, എക്സിൽ 4, വൈയിൽ 0 വരുന്ന പോയിന്റ്. വൈയിൽ 0 ആകുമ്പോൾ ആക്സിസ് തന്നെ ആയിരിക്കും പോയിന്റ് ഉണ്ടാവുക, 4 0 എന്നുള്ള പോയിന്റ്. 4 0 നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഈ രണ്ട് പോയിന്റിനെ ചേർത്ത് നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. അതായിരിക്കും സെക്കൻഡ് ഇക്വേഷന്റെ ലൈൻ. 3x + 2y - 12 = 0 എന്ന ലൈനിന്റെ ഗ്രാഫ്. ഇനി ആ ഗ്രാഫിൽ നോക്കുക, ഈ രണ്ട് സ്ട്രേറ്റ് ലൈൻസ്, അതായത് രണ്ട് ഇക്വേഷന്റെ ലൈൻസ്, ഇത് ഇന്റർസെക്ട് ചെയ്ത ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ എക്സിന്റെ വാല്യൂ 2ഉം ഞാനത് മാർക്ക് ചെയ്തിട്ടില്ല, നോക്കുക. എക്സിന്റെ വാല്യൂ 2ഉം വൈയുടെ വാല്യൂ 3ഉം അല്ലേ എന്ന് നോക്കുക. അതിനുശേഷം എഴുതാം. എക്സിന്റെ അവിടുത്തെ വാല്യൂ 2 ആണ്, വൈയുടെ അവിടുത്തെ വാല്യൂ 3 ആണ്.